ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ കഴിഞ്ഞിട്ട് മുറ്റടിക്കാൻ ഇറങ്ങിക്കുക കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് കരിയിലേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ 2-3 ചാക്കുകളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കരിയിൽ ഇട്ടതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മണ്ണും മണലൊക്കെ ചേർത്തിട്ട് നമ്മളത് വിത്ത് കുഴിച്ചിട്ടാൽ പെട്ടെന്ന് ഉണ്ടായി കിട്ടും കേട്ടോ. നമ്മളെ വേരുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവാനും ഒക്കെ കരിയില ഒരുപാട് ഗുണം ചെയ്യും. ഇതിന് ശേഷം നമ്മളെ ഗേറ്റുമ്മ കുറച്ച് ചെടികൾ വെച്ചിരുന്നു കേട്ടോ. കുറേ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ പുതിയ ബട്ടർഫ്ലൈ ചെടിയാണ് വെക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതിൻ്റെ കുറച്ച് തൈകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ചെടികളൊക്കെ നനച്ചു കൊടുത്തു കേട്ടോ. അപ്പം നമുക്ക് വൈകുന്നേരം നനക്കാൻ നോമ്പാവും കാരണം സമയമല്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് വെള്ളം എല്ലാ ചെടികളുടെയും മുകളിൽ ഒന്ന് തെളിച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെടികൾക്കൊക്കെ നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളതിൻ്റെ ലീഫുമൊക്കെ നന്നായി ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കണം. നല്ല ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ചെടികളൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ കഞ്ഞിവെള്ളവും ഒക്കെ ഇതുപോലെ അരി കഴുകിയ വെള്ളം, പിന്നെന്താ പറയുക, പഴത്തൊലി അടിച്ചത്, വെണ്ണീർ എല്ലാം കൂടെ അതിൻ്റെ ചുവട്ടിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. ഇന്ന് അതിൻ്റെ ലീഫുമേ എല്ലായിടത്തുനിന്ന് എത്തുന്ന വിധത്തിലൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചെടികൾ നല്ല ഭംഗിയിൽ നിൽക്കണമെങ്കിൽ കരിഞ്ഞുണങ്ങിയ ലീഫൊക്കെ പെട്ടെന്ന് എടുത്ത് കളയണം കേട്ടോ. കാണുമ്പോൾ ഒരു ഭംഗി കുറവായിരിക്കും. അപ്പോൾ ലീഫ് ഉണങ്ങിയത് ഉണ്ടെങ്കിൽ എന്തായാലും എടുത്ത് കളയണം. ഇതുപോലെ ബട്ടർഫ്ലൈ ചെടിമയൊക്കെ ഉണ്ട് കേട്ടോ. ലീഫ് ഉണങ്ങി നിൽക്കണ്, അതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. കൊടുത്തപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടോ ചെടികൾക്ക്. ഇങ്ങനെ ഗേറ്റിൻ്റെ പുറത്തും അകത്തൊക്കെ നടിച്ച് വാരിയിട്ട് നന്നായി ഒരു വലിയ ചാക്ക് നിറയെ നമുക്ക് കരിയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പുറത്തുനിന്ന് നമുക്ക് വളം അങ്ങനെയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എന്ത് ചെടികൾക്കും അതുപോലെ പച്ചക്കറിയും എല്ലാത്തിനും ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതും കുറച്ച് മണ്ണും മണലും കൂട്ടി ചേർത്ത് മണ്ണോട് ചേരുമ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ പുറത്ത് കുറച്ച് ജോലി എടുത്തതിന് ശേഷം അകത്ത് കയറിക്കട്ടെ. അപ്പോൾ അത്യാവശ്യം പാത്രം കഴുകാനുണ്ട്, അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്.
അതിനുശേഷം നമ്മൾ ഇന്നലെ വേവിച്ച് വെച്ച മുന്തിരിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഉടച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയൊരു ജ്യൂസായിട്ട് നമുക്ക് കിട്ടും. ഈ നോമ്പിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ. പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇന്നും പത്തിരി തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ പൊടി നമ്മൾ വാട്ടിയെടുത്തപ്പോൾ കുറച്ച് വേവ് കമ്മിയായി തോന്നി കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം വേവിച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കണം കേട്ടോ, ഒരു 5 മിനിറ്റെങ്കിലും. അതിന് ശേഷം നമ്മൾ നന്നായി പൊടി ഇളക്കിയിട്ട് പിന്നെ നന്നായി ആവി പോവാത്ത രൂപത്തിൽ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റും കൂടെ വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് ആവുക കാരണം ഇത്ര പത്തിരി ഇത്ര തന്നെ ശരിയായില്ല കേട്ടോ. അപ്പോൾ ഇന്നൊന്നും കൂടി നോക്കി അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മൾ എണ്ണയിൽ പൊരിച്ചതൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ പഴവർഗ്ഗങ്ങൾ മാത്രമാണ് കേട്ടോ നോമ്പ് തുറക്ക് എടുക്കൽ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.